അസ്സലാമലൈക്കും, നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മിമിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇമെയിൽ ഐ ഡി അല്ലേ? ഈ ഇമെയിൽ ഐ ഡികളെല്ലാം സേഫ് ആണോ അതല്ലെങ്കിൽ ലീക്കാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? എങ്കിൽ അങ്ങനെ അറിയാനുള്ള ഒരു വഴിയുണ്ട്. നിങ്ങളുടെയൊക്കെ ഇമെയിൽ ഐ ഡി ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ് അല്ലേ? ഒരുപാട് ഡീറ്റെയിൽസും ഡാറ്റകളൊക്കെ ഉണ്ടാവും, എല്ലാം പോവും. ഇതൊക്കെ ഒരു തേർഡ് പാർട്ടീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ആ ഒരു സോഫ്റ്റ്വെയറിൽ പോയിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്യണം. ഇത് ലീക്ക് ആണോ എന്നും സേഫ് ആണോ എന്നൊക്കെ നോക്കണം. സേഫ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, സന്തോഷം. ലീക്ക് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? പാസ്വേഡ്, നിങ്ങൾ സ്ട്രോങ് പാസ്വേഡ് അടിക്കണം. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് എന്നും കിട്ടുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈബർ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു സൈറ്റാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ഈ യുവർ ഡാറ്റ ഹാസ് ബീൻ ലീക്ഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് കാണാം. തൊട്ട് അടിയിൽ ഒരു കോളം കാണാം. ഈ കോളത്തിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഡാറ്റ പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഒരു ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇമെയിൽ ഐ ഡി മാത്രമേ ഉള്ളൂ, പാസ്വേഡിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഇമെയിൽ ഐ ഡി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യുക. ചെക്ക് നൗവിൽ പോയി നോക്കുക. കണ്ടോ, ഇങ്ങോട്ട് നോക്കൂ, യുവർ ഡാറ്റ ഹാസ് ബീൻ ലീക്ക്ഡ്. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ആരോ ലീക്കാക്കിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വൺ ടൈം ഇവിടെ 1 2 3 എന്നൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് അവിടെ പേഴ്സണൽ ഇൻഫോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. നല്ല സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേറൊരു ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് മായിച്ചിട്ട് നമുക്ക് വേറെ ഇമെയിൽ ഐ ഡി കൊടുക്കാം. എൻ്റെ തന്നെ വേറൊരു ഇമെയിൽ ഐ ഡി ഉണ്ട്, അത് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. അതെന്താണ് അവസ്ഥ നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വന്നിട്ട് ചെക്ക് നൗവിൽ പോവുക. ഓക്കെ, കണ്ട ഇവിടെ ഒരു കുഴപ്പമില്ല. യു ആർ സേഫ് ഫോർ നൗ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സേഫാണ് എന്നാണ് അർത്ഥം. ഇവിടെയും 2 സെറ്റിങ്സ്, സ്റ്റെപ്പ് 1ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് അതിൽ സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി സേഫ് ആയിട്ടിരിക്കും. നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് അറിയുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിയുന്നവരേക്കാൾ കൂടുതൽ അറിയാത്തവരാണ് നമ്മുടെ ലോകത്തുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഇമെയിൽ ഐ ഡി നിങ്ങൾ സേഫാക്കി വെക്കുക. സ്ട്രോങ് പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ലീക്കായി പോവില്ല. പരമാവധി തേർഡ് പാർട്ടീസ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് ഇതേപോലെയുള്ളതൊക്കെ തടയാൻ പറ്റുന്നതാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.